കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. വലിയ ആശ്വാസത്തിലാണ് തീർത്ഥാടകർ. ശബരിമലയിലെത്തി മടങ്ങുന്ന കാഴ്ചകൾ കൂടി കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ DGPയും പറഞ്ഞു വെക്കുന്നത്. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ഇന്ന് രാത്രി 9:30 കൂടിയാണ് DGP റവാഡ ചന്ദ്രശേഖരൻ സന്നിധാനത്തെത്തിയത്. സന്നിധാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും സന്നിധാനത്ത് 3500ഓളം പോലീസുകാരെയാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ആ പോലീസ് ഒരുക്കിയിരിക്കുന്ന സേവനങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് നിലവിൽ റവാഡ ചന്ദ്രശേഖരൻ സന്നിധാനത്ത് എത്തിയത്. നിലവിൽ ഇന്നലത്തേനെ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം തിരക്ക് കൂടുതലാണ് ശബരിമലയിൽ. ഇന്ന് ഈ സമയം വരെ 1,30,000-ഓളം ആളുകൾ നിലവിൽ ദർശനം നടത്തി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം 5000-ൽ നിന്ന് ഉയർത്തിയിരുന്നു. നിലവിൽ തിരക്ക് കുറയുന്നതനുസരിച്ച് സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതനുസരിച്ചാണ് ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് നിലവിൽ തീർത്ഥാടകരുടെ എണ്ണം പോയത്. എന്നിരുന്നാൽ തന്നെ ഇത്രയും വലിയൊരു ആളുകൾ 1,00,000-ത്തിനപ്പുറം ആളുകൾ കടന്നിട്ടും സമാധാനപൂർവ്വമായി എല്ലാ ആളുകൾക്കും സുഗമമായ ദർശനം കിട്ടുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പോലീസും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ നല്ല രീതിയിലാണ് ശബരിമല സന്നിധാനത്തെ തീർത്ഥാടനം സുഗമമായി മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ DGPയും പറഞ്ഞു വെച്ചത്. സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തരുടെയും സുരക്ഷയും അവർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ നടപടികളും പോലീസ് നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശബരിമലയിലെത്തുന്ന ഒരു തീർത്ഥാടകർക്കും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകില്ലെന്നും എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഗമമായ ദർശനം പോലീസിന്റെ കടമയാണെന്നും ആ ഉത്തരവാദിത്തം പോലീസ് ഭംഗിയായി നിർവഹിക്കുന്നു. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ തലത്തിലും ദേവസ്വം ബോർഡ് തലത്തിലും പോലീസ് തലത്തിലും ഇതുവരെ എല്ലാ സജ്ജീകരണവും നിർവഹിച്ചിട്ടുണ്ടെന്നും റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞു വെച്ചു. അത്തരത്തിൽ വലിയ രീതിയിൽ വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് നിലവിൽ ശബരിമല സന്നിധാനത്തെത്തുന്ന ഓരോ തീർത്ഥാടകരും ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. ശ്രീനിധി.